നമ്മൾ ആദ്യം തിരുവനന്തപുരത്തും കൊച്ചിയിൽ നിന്നുമുള്ള കാഴ്ചകൾ കണ്ടു. നമ്മൾ അങ്ങേയത്തേക്ക് കാസർഗോഡേക്ക് പോകുന്നു. KV ബൈജു ആണ് കാസർഗോഡ് എന്നുള്ളത്. ബൈജു, കാസർഗോഡ് കാര്യമായിട്ടുള്ള മഴ പ്രശ്നം റിപ്പോർട്ട് ചെയ്തില്ല. 2 മരണം കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെ. അപ്പോൾ പോലും ഈ കാസർഗോഡ് മഴ ഇപ്പോൾ എങ്ങനെയുണ്ട്? അത് മാറി നിൽക്കുകയാണോ? എൽദോ, നവമി സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലേത് സമാനമായ ഒരു കാലാവസ്ഥ തന്നെയാണ് കണ്ണൂരും കാസർഗോഡും ഉള്ളത്. കഴിഞ്ഞ 48 മണിക്കൂറായി തുടർച്ചയായി പെയ്ത മഴ, അതിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അപകടകരമായ വിധം വെള്ളക്കെട്ട് രൂപപ്പെടുത്തുന്നു. പ്രധാനമായും ദേശീയപാതയിലാണ്. ദേശീയപാതയിൽ നമുക്കറിയാം, നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ചതിക്കുഴികളാണ്. വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അപകടം സംഭവിക്കാവുന്ന രീതി, ഏത് സമയത്ത് അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ്. മാത്രമല്ല, ഇടിമിന്നലാണ്. പകൽ പോലും ഇടിമിന്നൽ, ശക്തമായ ഇടിമിന്നൽ ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. പല വീടുകളിലും ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ കേടുപാട് സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ജില്ലയിൽ ഏറ്റവും വേദനാജനകം 2 മരണം ഈ വേനൽ മഴയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നതാണ്. ഒരാൾ പുഴയിൽ വീണും ഒരാൾ ഇടിമിന്നലേറ്റുമാണ് മരിച്ചത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. തീരപ്രദേശത്തുള്ളവർക്കാണ് പ്രധാനമായും ജാഗ്രത നൽകുന്നത്. വലിയ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഒപ്പം മലയോര മേഖലയിലും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഈ യാത്ര മലയോര മേഖലകളിലേക്ക് ജാഗ്രത ഉണ്ടാകണമെന്ന ജില്ലാ ഭരണകൂടം ഏതായാലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വരും സമയങ്ങളിലും മഴ ശക്തമായി ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ മഴയ്ക്ക് നേരിയ തോതിലുള്ള ശമനമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത്തരത്തിൽ നേരിയ തോതിലുള്ള ശമനം ഇപ്പോൾ ഉണ്ട്. പക്ഷേ വീണ്ടും ഒരു മഴ വരാനുള്ള സാധ്യത, നല്ല അത്തരത്തിലുള്ള ഇരുണ്ടുകൂടിയ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും ജാഗ്രത ഉണ്ടാകണമെന്ന ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എൽദോ, ശരി, ഓക്കെ. നമ്മൾ ഇടുക്കിയിലെ കാഴ്ച കൂടി നോക്കാം. അതായത് താങ്ക് യു KV ബൈജു. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ചേരുന്നത്. പ്രിൻസ്, ഇടുക്കിയിലെ ഈ മലയോര മേഖലകൾ, ഹൈറേഞ്ച് മേഖലകളിലൊക്കെ മഴ പെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോയിട്ടില്ല ഇത്തവണ. മഴ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. എന്താണ് അവിടുത്തെ അവസ്ഥ? കഴിഞ്ഞ രാത്രിയിലും ഇടുക്കിയിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ അതിശക്തമായ മഴ പെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം മഴ തുടർച്ചയായി പെയ്തു. എന്തായാലും നിലവിൽ കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകളുടെ ഷട്ടറുകൾ ഉടനെ ഉയർത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കല്ലാർകുട്ടിയിൽ നിന്ന് 300 ക്യൂമെക്സോളം വെള്ളവും പാമ്പ്ളയിൽ നിന്ന് 600 ക്യൂമെക്സ് വെള്ളവും പുറത്തേക്ക് ഒഴുകും. മുദ്രപ്പുഴയാറിനും പെരിയാറിനും തീരത്ത് താമസിക്കുന്നവരുടെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. മറ്റ് ചെറുകിട അണക്കെട്ടുകളും കല്ലാർ, ഇരട്ടയാർ തുടങ്ങിയ അണക്കെട്ടുകളിലും ഒക്കെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണ്. അപ്പോൾ പ്രധാന അണക്കെട്ടിലേക്ക് ഇടുക്കിയും മുല്ലപ്പെരിയാറും അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലേക്കുമുള്ള നീരൊഴുക്ക് കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. വൃഷ്ടിപ്രദേശങ്ങൾ അതിശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രാവിലെ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ മഴ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസവും ഉച്ചയ്ക്ക് ശേഷവും രാത്രി കാലങ്ങളിലും ശക്തമായ മഴ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഇടുക്കി ജില്ലയിലേക്കുള്ള തുടരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ചും രാത്രികാല യാത്രകളിലൊക്കെ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. കാരണം രാത്രികാലങ്ങളിൽ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഈ വേനൽ മഴ അതിശക്തമായെങ്കിൽ പോലും മണ്ണിടിച്ചിൽ പോലെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എൽദോ, റൈറ്റ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇടുക്കിയിൽ നിന്ന്. എന്നാലും സംസ്ഥാനത്തുടനീളം മഴയുണ്ട്. മഴ ഇപ്പോൾ നേരിയ ശമനം രാവിലെ സമയത്തിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും രാത്രിയിൽ പലയിടങ്ങളിലും നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ, അത് നിലവിൽ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലുമുണ്ട്. അത് തുടരുകയും ചെയ്യുകയാണ്.